ഹായ്, എല്ലാവർക്കും നമസ്കാരം. പാലായിൽ ഭർത്താവ് മരിച്ച് ആ ഭർത്താവിന് അന്ത്യചുംബനം നൽകിയ സമയത്ത് ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. നിങ്ങൾ ആ വാർത്ത ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അവർ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ജീവിതത്തിലും മരണത്തിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ദൃഢത എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അവർ ജീവിതത്തിൽ എത്രമാത്രം സ്നേഹത്തോടെയാണ് കഴിഞ്ഞതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ പല കുടുംബങ്ങളിലും മക്കൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പഠിത്തത്തിനൊക്കെ ആയിട്ട് പോകും. പോയിട്ട് ഈ അപ്പനും അമ്മയും മാതാപിതാക്കൾ മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ പരസ്പരമുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഇവർ മാത്രമേ ഉള്ളൂ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്നു. അവിടെ സ്നേഹം കൂടുതലായിട്ട് ഉടലെടുക്കുന്നു. ആ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരാൾ വിട്ടൊഴിയുമ്പോൾ മറ്റേയാൾക്ക് അത് താങ്ങാനുള്ള കരുത്ത് ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തനിക്ക് എല്ലാമായ എപ്പോഴും കൂട്ടായ ഒരാൾ അതിൽ നിന്ന് പോയി കഴിയുമ്പോൾ മറ്റേയാൾക്ക് ഇനി മുന്നോട്ട് ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്നുള്ള സങ്കടം താങ്ങാതെ ഹൃദയം പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി എനിക്കിതേ പറയാനുള്ളൂ, ഇതാണ് സ്നേഹം. അവർ ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചു. അതേ രീതിയിൽ നമുക്കും സ്നേഹം എല്ലാവർക്കും കൊടുത്തും മേടിച്ചും മുന്നോട്ട് പോകാം. ഓക്കെ.